അധികം ആളുകൾ അദ്ദേഹത്തിന്റെ ആ വികാരത്തിനോടൊപ്പം താരതമ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോ ഫിജി കാട്ട് ചെയ്യുമ്പോഴും പലരും നമ്മളെ കളിയാക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ഇതൊക്കെ ചിലർക്ക് മാത്രം പറഞ്ഞതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നെഗറ്റീവ്സ് ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും, നമ്മൾ ഇറങ്ങുന്ന ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഉണ്ടാവും, നമ്മുടെ സമൂഹത്തിലുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മറികടക്കാനുള്ള വലിയൊരു മോട്ടിവേഷനാണ് അദ്ദേഹം അന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്. ഒരുപക്ഷെ അന്ന് വിപിൻ ദാസ് സർ നേടിയിട്ടുള്ള ആ ഒരു 50 ലക്ഷത്തിന്റെ ചെക്ക് മേടിക്കാൻ നമ്മളെ പോലെ ഈ സ്ക്രീനിലുള്ള ഓരോരുത്തർക്കും കഴിയും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവുകള്, ഈ പറഞ്ഞിരിക്കുന്ന തിരസ്കാരങ്ങളെയൊക്കെ ഒരു വാശിയായി ഉള്ളിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇവർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കും, അതെന്റെ പ്രവൃത്തി കൊണ്ടായിരിക്കും, അതെന്റെ വിജയം കൊണ്ടായിരിക്കും എന്നൊരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ മറ്റൊന്നിനും കഴിയില്ല. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മൾ വിജയിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും വിപിൻ ദാസ് സാർ ഓൾറെഡി അവൈലബിൾ ആണ്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ കൺസെപ്റ്റിലെ യങ്ങസ്റ്റ് നാഷണൽ സെയിൽസ് ടീം മാനേജറായിട്ടുള്ള, അതുപോലെ തന്നെ വേഗതയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന, ഫിജി കാട്ടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി ഇന്ന് 50 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങി നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന മുഹൂർത്തം റിയലൈസേഷൻ 2024 എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സമ്മാനിച്ച നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ലീഡർ ആയിട്ടുള്ള, മോട്ടിവേഷൻ ആയിട്ടുള്ള വിപിൻ ദാസ് സാറിനെ വളരെ സ്നേഹത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഈ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. വിപിൻ ദാസ് സർ, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. ഗുഡ് മോർണിംഗ് പ്രജി സർ, സൗണ്ട് ഓഡിബിൾ ആണോ? ഗുഡ് മോർണിംഗ് സർ, ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്. ഓക്കെ, എനിവേ ഗുഡ് മോർണിംഗ് ഓൾ. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനം തന്നെയാണ് ഇന്നത്തെ ദിവസം. ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെയാണ് പ്രജി സാർ സംസാരിച്ചത്. അപ്പം ഇങ്ങനൊരു കഥ ഉണ്ടാവാൻ കാരണം, അല്ലെ ഇങ്ങനൊരു കാര്യം ഉണ്ടാവാൻ ആയ സമയം 2019 2019 വർഷത്തിലാണ്, കാലഘട്ടങ്ങളിലാണ് ഞാൻ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് ജോയിൻ ആകുന്നത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇലക്ട്രീഷ്യൻ മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത്. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരെ പഠിച്ചിട്ടുണ്ട്, പാസ്സാവാൻ പറ്റിയിട്ടില്ല. ഏകദേശം ഒരു 27 സപ്ലി ആ മേഖലയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഉപരിപഠനത്തിന് പറ്റുന്നതല്ല. സോ 10th കഴിഞ്ഞ മുതലേ ജോലിക്ക് പോകാറുണ്ട്. അതിന് പോകാനുള്ള കാരണം വരുന്നില്ല, ഒരു പോക്കറ്റ് മണിയാണ്. നമുക്ക് വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു പോക്കറ്റ് മണി ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നല്ല വീടും കാര്യങ്ങളൊക്കെ. ഒരു കൂട്ടുകുടുംബം ഫാമിലിയിലാണ്. ഇപ്പം പ്രജി സാർ ഓൾറെഡി സംസാരിച്ചു, പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം 16ഓളം ആളുകൾ നിൽക്കുന്ന കൂട്ടുകുടുംബം ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതൊക്കെ. ചെറുപ്പത്തിലെ അച്ഛൻ മരണപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോക്കറ്റ് മണി ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നല്ല. അപ്പൊ ഫാമിലി നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്നില്ല. അച്ഛൻ്റെ ഫാമിലിയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വിഷുവിനോ അല്ലെങ്കിൽ ഓണത്തിനോ. അപ്പൊ അങ്ങനെ നല്ലൊരു ദിവസം വരുന്ന സമയത്ത് ഒരു ജോഡി ഡ്രസ് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് മണിയോ കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും അതില്ല. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അമ്മ എന്നെയും ഏട്ടനൊക്കെ വളർത്തിയതൊക്കെ. എന്നെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരെ പഠിപ്പിച്ചു. എൻ്റെ ഏട്ടനെ ബിടെക് എഞ്ചിനീയറിംഗ് വരെ ആള് പഠിപ്പിച്ചു. അപ്പം അത്രയും ഞങ്ങൾ രണ്ടുപേരെയും പഠിപ്പിക്കാൻ വേറൊരാളെ ഇടയിലേക്കൊന്നും എന്താ പറയാ ഒരു സഹായമായിട്ട് ഒന്നും ഇതുവരെ പോയിട്ടില്ല. ജോലി ചെയ്തിട്ട് തന്നെയാണ് പോയത്. കുറച്ച് അതിന് ശേഷം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാക്കി. എനിക്ക് തോന്നുന്നു ഏട്ടനൊരു ഫൈനൽ ഇയർ ആയി നിൽക്കുന്ന സമയത്താണ് പിന്നീട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. കാലിന് വാദം വന്നതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഡിപ്ലോമ കഴിഞ്ഞു. ആ മേഖലയിൽ എന്താ പറയാ ഉപരിപഠനത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന 10th കഴിഞ്ഞ മുതലേ നമ്മൾ ജോലിക്ക് പോകുന്ന ഇലക്ട്രീഷ്യൻ മേഖലയിൽ ശനി ഞായറായിട്ട് ജോലിക്ക് പോകാറ്. അപ്പോൾ അതിനുശേഷം +1 +2 ഇതൊക്കെ സമയ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യും, നമ്മള് ഈ പറഞ്ഞ ജോലിയും കാര്യങ്ങളിലും പോകും. ഏകദേശം ഒരു 5 വർഷം നമ്മൾ ആ മേഖല ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മേഖല മേസ്തിരി ആവാൻ പറ്റും. തീർച്ചയായിട്ടും എനിക്ക് മേസ്തിരി ആവാൻ പറ്റി. ഡിപ്ലോമ കഴിഞ്ഞ ശേഷം പിന്നീട് ഇലക്ട്രീഷ്യൻ മേഖലയിലേക്ക് ചെയ്ത് നിങ്ങളറിയാം ഓയോ ഹോംസ്,
അതെന്റെ കോഴിക്കോടത്തെ വെന്റർ ടൈമിൽ നിന്ന് വർക്കെടുത്ത് ചെയ്യാറാണ് എന്റെ ജോലി വന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്തും മൈൻഡ് സാറ്റിസ്ഫൈഡ് അല്ല സത്യം പറഞ്ഞത്. കാരണം നമുക്കൊരു ആഴ്ചയിൽ എങ്ങനെ പോലും ഒരു 4000 രൂപ വരുമാനമുണ്ട് ആ സമയത്ത്, എല്ലാ ദിവസവും ജോലിക്ക് പോയാൽ. അപ്പൊ അതില് വീട്ടിലേക്ക് ഒരു പേയ്മെന്റ് കൊടുത്തതിനാൽ പിന്നെ നമ്മുടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെലവും കാര്യങ്ങളൊന്നുമില്ല. ഞായറാഴ്ച ദിവസം ഒന്ന് സുഹൃത്തുക്കളായിട്ടൊന്ന് പുറത്തു പോകും. അപ്പം ആ പറഞ്ഞ പോക്കറ്റ് മണിയും കാര്യങ്ങളൊന്നും എത്തുന്നില്ല. അപ്പൊ അപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. എന്തെങ്കിലും കാര്യങ്ങളിലായിട്ട് നമ്മൾ കൺവേർട്ട് ആകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അബ്ദുൽനാഥ് എന്റെ കോളേജ് മേറ്റ് ആള് ഒരു കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പുതിയൊരു ഇ-കൊമേഴ്സ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ അത് ഡയറക്ട് സെല്ലിംഗും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത് തന്നെ എന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ മേഖലയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഒന്നും തന്നെ അറിയില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഒരു നോളജും ഇല്ലാതാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞ സമയത്ത് MLM എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്നെ സംബന്ധിച്ചോളം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് എനിക്ക് അത് അറിയില്ല. അന്ന് ഞാൻ എന്റെ നാട്ടുകാർ എന്റെ ചുറ്റുപാടുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് മണി ചെയിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ അന്ന് കേട്ടത്. അപ്പൊ അതിന്റെ ഒരു അപകർഷതാബോധം തന്നെയായിരുന്നു. അപ്പൊ ആള് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് ബോബി ചെമ്മണ്ണൂരാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ പ്ലാൻ പോലും ആളെ കൊണ്ട് ഞാൻ പറയാൻ സമ്മതിച്ചില്ല. കാരണം ആള് MLM എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു അതിലെ ഞാനിത് കുറെ കേട്ടതാണ്, ഇനി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം ആള് കുറെ പറഞ്ഞു നീ കേട്ടു നോക്കുക, നല്ല കാര്യമുള്ള താല്പര്യമില്ല. അപ്പം ആള് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഇത് കേൾക്കുന്നില്ല? ഞാൻ പറഞ്ഞു ഒന്ന്, എനിക്ക് സമയമില്ല. രാവിലെ 9 മണിക്ക് ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നത് 8 മണിക്കാണ്. അല്ല സാധാരണ ജോലി കഴിഞ്ഞ് പോകുന്ന പോലെ 5 മണിക്കോ 6 മണിക്കോ നമുക്ക് ഇറങ്ങാനില്ല. നമ്മൾ സബ് വർക്ക് എടുത്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തത്. രാത്രി മെൻഷൻ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ജോലി കഴിഞ്ഞ സാധനം മെൻഷൻ ചെയ്തിട്ടല്ലേ പോകാൻ പറ്റും. എങ്ങനെ പോലെ 8 മണി. അപ്പൊ ഈ 8 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ എവിടെയാണ് ഈ പറഞ്ഞ ഫിസിക്കായിട്ട് ചെയ്യാനുള്ള സമയം? ഒന്നത്. പിന്നെ നമ്മൾ കിട്ടുന്ന വരുമാനത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നോ പ്രോബ്ലം, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, വലിയ അതിയായ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ എന്താ പറയാ അതിൽ നിന്ന് ഒന്ന് പരിഹസിക്കുന്ന രീതിയിൽ പറഞ്ഞു അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആള് പറഞ്ഞ 2-3 പോയിന്റ് ആണ് അതിലെങ്കിൽ സ്ട്രൈക്ക് ചെയ്തത്. ഒന്ന്, എന്നോട് ആള് പറഞ്ഞ കാര്യം എന്താണ്, 30 ദിവസം ജോലിക്ക് പോയാൽ ഈ പറഞ്ഞ വരുമാനമൊക്കെ കിട്ടും, നീ പറഞ്ഞ സാറ്റിസ്ഫൈഡ് ആയ ലൈഫിന് കിട്ടുള്ള. ഒരാഴ്ചയോ 2 ആഴ്ച സുഖമില്ലാതായി പോയാൽ ഒന്ന് പനിച്ചു കിടന്നാൽ ഇവൻ എന്റെ വീടിന്റെ അടുത്ത് ഉപയോഗിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫോർത്ത് ഇയർ പഠിക്കുന്ന സമയത്താണ് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത്. പിന്നീടുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് ഞാനാണ്. ഏട്ടൻ പഠിക്കാൻ പോകുന്നു. അപ്പോൾ 2 ആഴ്ച എനിക്ക് സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലേക്കുള്ള വരുമാന മാർഗം ഇവിടെ സ്റ്റോപ്പാകും. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ വിടരുത്തില്ല. അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞു കാര്യം. പിന്നെ എന്നോട് ആള് പറഞ്ഞൊരു പോയിന്റ് ആണ്, ഈ പറഞ്ഞ 30 ദിവസം ജോലിക്ക് പോയാൽ നിന്റെ സാറ്റിസ്ഫൈഡ് ആകുന്ന ലൈഫ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നീ എനിക്ക് 1000 രൂപ കടന്നോട്ട് ഞാൻ. സത്യം പറഞ്ഞ എന്റെ കീശയിൽ അന്ന് 3 രൂപ ഇല്ല. അപ്പൊ ആള് പറഞ്ഞ കാര്യമാണ്, ഒരു 1000 രൂപ പോലും മാറ്റി വെക്കാനില്ലാത്ത ഒരു ജോലിയാണ് സമയമില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഞാൻ ആലോചിച്ച സമയത്ത് ശരിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ തോറ്റു കൊടുത്തില്ല, അതാണ് മാറ്റർ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളെ നാളെ അതിന് മുകളിൽ. അപ്പം ഈ പറഞ്ഞ ഞാൻ സേഫ് ആണ്, സാറ്റിസ്ഫൈഡ് ആയ ഒരു ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അല്ല എന്ന് എനിക്ക് മനസ്സിലായത് 2019 പ്രളയം വന്ന സമയത്ത് തീർച്ചയായും ഇലക്ട്രീഷ്യൻ മേലെ പിന്നെ അവിടെ ജോലി ഉണ്ടാവില്ല, വെള്ളം കയറിക്കാൻ ഷോക്ക് എടുക്കും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ 1.5 ആഴ്ച 2 ആഴ്ചത്തോളം നമുക്ക് ജോലി ഇല്ലാണ്ടാവുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു ജോലിയല്ല. ഒന്ന് ഈ മേലെ നിന്ന് പോയിക്കാൻ എന്റെ വരുമാനം അവിടെ സ്റ്റോപ്പായി. അപ്പൊ ഞാൻ അവിടെ ഓൾറെഡി ടെൻഷനായി. അതല്ല നമുക്ക് ടെൻഷനില്ല, കാരണം നമ്മളൊരു വലിയൊരു വളയത്തിലാണ്, വലിയൊരു ബബിളിലാണ് നമ്മൾ സേഫ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ബബിളില്ല. കാരണം എല്ലാ മാസം കൺസിസ്റ്റന്റ് ആയി കിട്ടുന്ന ഒരു വരുമാനമുണ്ട്, അതിൽ കാണുന്ന സ്വപ്നങ്ങളും
ആ വരുമാനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര സേഫാ. അതിന് പുറത്തേക്ക് ഇറങ്ങിയാലാണ് എന്ത് ചെയ്യുക, നമ്മൾ പെട്ടുപോവുക. പുറത്തേക്ക് ഇറങ്ങുന്ന പറയുന്നത് എന്താ, റിസ്ക് എടുക്കാന്നാണ്. കിട്ടുന്ന വരുമാനത്തിനേക്കാൾ വലിയ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതൽ വരുമാനം വരുന്നില്ല, പക്ഷെ അത് റിസ്ക് ആണ്. കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് റിസ്ക് ആണ്. പലരും അതിൽ വീണു പോയിട്ടുണ്ട്, പലരും അതിൽ കടക്കണിയിലായി. അപ്പം ഞാൻ ആ ഒരു വളയത്തിലായിരുന്നു ഉണ്ടായത്. ആ വളയം ബ്രേക്ക് ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രളയം മനസ്സിൽ. അപ്പോഴാണ് ഞാൻ അതിന്റെ ഈ വാക്കുകൾ ഞാൻ മനസ്സിലായത്. ഒരു 30 ദിവസത്തിൽ 2 ആഴ്ച ജോലിക്ക് പോയില്ലെങ്കിൽ ഇത് എന്തായിരുന്നു സിറ്റുവേഷൻ. ഞാൻ നേരെ അപ്പൊ തന്നെ ഫോൺ എടുത്ത് ഞാൻ ഇറക്കി ഞാൻ ഞങ്ങളോട് സംസാരിച്ചു. ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, നീ പറഞ്ഞ കാര്യം. അപ്പോഴും ഞാൻ പ്ലാൻ കേട്ടില്ല കേട്ടോ, ഞാൻ പ്ലാൻ കേട്ടില്ല. കാരണം എനിക്ക് ഈ കൺസെപ്റ്റിനോട് ഭയങ്കര ഒരു കാരണം ആളുകളോട് ഇത് പറഞ്ഞ ആളുകൾ ഇത് എങ്ങനെ സ്വീകരിക്കും, ആളുകൾ എന്ത് വിചാരിക്കും, അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകർത്തിട്ടുള്ള ഒരു വാക്കാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു. എനിക്ക് നല്ലോണം സാധനം ഉണ്ടായിരുന്നു. ഇത് ഈ കൺസെപ്റ്റ് ആരോടെയും പറയുന്ന സമയത്ത് അവരെന്ത് വിചാരിക്കും, അവര് നമ്മളോട് എങ്ങനെ റിയാക്ട് ചെയ്യും, അവര് നമ്മളെ കളിയാക്കുമോ. അപ്പം കാരണം നമ്മൾ ചെറിയ കഥകളല്ല പറയുന്നത്, ലക്ഷങ്ങളുടെ കഥകളാണ് പറയുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ 1ാം ക്ലാസ് മുതൽ ഡിപ്ലോമ വരെ പഠിച്ച ഒരു പുസ്തകത്തിലും കോടികൾ ഉണ്ടാക്കുന്ന പേജുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഫിജി കാർഡിന്റെ പ്ലാൻ ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കഥകൾ പറയുന്ന പുസ്തകമാണ്. അപ്പൊ അത് ആളുകൾ സ്വീകരിക്കണമെന്നില്ല, ആളുകൾ അത് വിശ്വസിക്കണമെന്നില്ല. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഈ ബിസിനസ് ഞാൻ കേൾക്കുന്ന സമയത്ത് ലക്ഷങ്ങളും കോടികളൊന്നും വാങ്ങിയ ആളുകളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് ആരുമില്ല. അപ്പൊ ഈ ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ വിളിച്ചു പറഞ്ഞു, അതിൽ ഞാൻ ഈ ബിസിനസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് ഡിമാൻഡ് ക്രിയേഷൻ ഉണ്ടോ, ഞാനൊന്നും പോകുന്നില്ല. എൻ്റെ അച്ഛൻ്റെ അനിയൻ ആള് മറ്റൊരു ഡയറക്ഷനിലെ കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആളെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്താൽ എനിക്ക് വരുമാനം കിട്ടും വെച്ചു. അതുകൊണ്ട് ആ വരുമാനം കിട്ടും, പക്ഷെ നീ വെറുതെ കണക്ട് ചെയ്തിട്ടല്ല, ആദ്യം നീ ഈ ബിസിനസ്സിൽ കയറിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നാളെ സൈറ്റിലേക്ക് വാങ്ങും. അങ്ങനെ ആള് പ്രളയം കഴിഞ്ഞ സമയത്ത് ആള് സൈറ്റിലേക്ക് വന്നു. സൈറ്റിലേക്ക് വന്ന സമയത്തും അപ്പോഴും പ്ലാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ പ്ലാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, പാപ്പനാണല്ലോ ഈ ബിസിനസ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ആള് പ്ലാൻ ബുക്ക് വെച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പൊ എന്റെ തൊട്ടടുത്ത് എന്റെ സുഹൃത്തുണ്ട് ഷിഹാബ്. ആളിതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഞാനെപ്പോഴും കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ആള് പറഞ്ഞത് എന്താ പരിപാടി, അപ്പൊ അപ്പം അതിൽ വരും ബോബി ചമ്മനുണ്ട് പുതിയൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആളങ്ങ് തുടങ്ങി. അപ്പൊ എന്താ പറയുക, കൺസെപ്റ്റ് പ്ലാൻ പറയും കേൾക്കട്ടെ. അതിന് ആളും പ്ലാൻ കേട്ടു. അപ്പൊ ഏകദേശം പ്ലാൻ പറഞ്ഞ ശേഷം ഒരു 1.5 മണിക്കൂർ ഷിഹാബ് നിർത്തിയുള്ള ചോദ്യങ്ങളായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറുചോദ്യം, പല കാര്യങ്ങളും വന്നു. പക്ഷെ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ അതിലെല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്ത സമയത്ത് ഷിഹാബ് പറഞ്ഞു, കൊള്ളാലോ പരിപാടി, എന്നാ ഞാനും ഉണ്ട്, നിങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ, എന്നാ നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിലും മെല്ലെ വിളിച്ചു പറഞ്ഞു, അതൊന്ന് മാറി നിന്നിട്ട് അതിനൊരു മിനിറ്റ് കാര്യം പറയാം. ഞാൻ ഷിഹാബ് ഈ സൈഡില്, പാപ്പൻ ഇപ്പുറത്തെ സൈഡ്. അങ്ങനെയാണ് ഫസ്റ്റ് ഐഡിയ ഞാൻ വെക്കാറ്. അതായത് ഈ കൺസെപ്റ്റ് പ്ലാൻ പോലും ആ സമയത്ത് കിട്ടിയിട്ടില്ല. ഞാൻ എന്റെ തോട്ട് ലെവലാണ്, അതായത് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, എന്റെ പൈസ ഉണ്ടാക്കുക, ഞാൻ പണിയെടുക്കുക, പിന്നെ ഞാൻ പ്ലാൻ കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ പറഞ്ഞു ഓക്കെ നീ ആദ്യം എൻട്രി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫണ്ടൊക്കെ കടമെടുത്ത് പല സ്ഥലത്തു നിന്ന് റോൾ ചെയ്ത് ലാസ്റ്റ് വലിയ എമൗണ്ട് ഒന്നും കിട്ടാനില്ല. അമ്മേനോട് തന്നെ പോയി ചോദിച്ചോണ്ട് ഫണ്ട് റോൾ ചെയ്ത്. അപ്പൊ അമ്മ പറഞ്ഞ കാര്യമാണ്, നീ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതിലെങ്കിലും സക്സസ്ഫുൾ ആകും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആളെന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ഫണ്ട് തരുന്നത്. പ്രതീക്ഷയില്ലാതാണ് ആ ഫണ്ട് വരുന്നത്. പക്ഷെ നമുക്ക് ആ ഫണ്ട് വാങ്ങിക്കൊണ്ട് തന്നെ ഒരു ചൂടുണ്ട്. കാരണം ഇത് തിരിച്ചെത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൽ പിന്നെ റേഷൻ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ചൂട്, ആ ഒരു പൈസന്റെ ഒരു ചൂടാണ് സത്യം. പിന്നെ ഈ കൺസെപ്റ്റിൽ ആദ്യത്തെ ആദ്യമായിട്ട് നമ്മൾ ഒരു സമയം മാറ്റി വെക്കുമല്ലോ, അല്ലെ, നമ്മൾ അതിൽ വിളിക്കുന്ന സമയത്ത് നമ്മളൊരു ഫോൺ എടുക്കാനും അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യലും എല്ലാം അതാണ്. നമ്മുടെ കയ്യിലുള്ള പണമാണെങ്കിൽ അതിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂയിലൂടെയാണ്, നമ്മളൊരു മൂല്യത്തോടാണ് നമ്മൾ അത് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ചൂട് നമുക്കുണ്ടാവും. എന്തിനാണ് നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് വന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കും. അപ്പൊ എനിക്ക് അതുപോലെ ഒരു തോട്ട് ലെവലുണ്ട്. ആ തോട്ട് ലെവലിൽ തന്നെ ഞാൻ വിചാരിച്ച പോലല്ല ഷിഹാബോ അല്ലെങ്കിൽ പാപ്പനോ അല്ല വർക്കെടുത്ത്, ഞാൻ തന്നെ വർക്കെടുത്തു. കാരണം നമ്മൾ കൊടുത്ത ഒരു പൈസ നമുക്ക് വേണ്ട വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ. അതായത് അന്ന് വെൽനസ് ആണ്, വെൽനസ് ഒരിക്കലും വാല്യൂബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷെ ആ ഒരു എമൗണ്ടിൽ എനിക്ക് തോന്നുന്നു 100 SPക്ക് ഏകദേശം ഒരു 10-20,000 രൂപയുടെ അടുത്ത് വരുന്നു. അപ്പൊ അത്രയും ബോട്ടിൽസ് വീട്ടിലെ വാങ്ങി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഈ ബിസിനസിന്റെ ഒരു ഗ്രോത്തിനനുസരിച്ച് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. ഒരു ബിസിനസ് ആംഗിളിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാനൊരു പ്രൊഡക്റ്റ് ബേസ് ആംഗിളിൽ ഞാൻ എന്ത് ചെയ്തില്ല, സ്റ്റാർട്ടിങ് ടൈം ഈ ബിസിനസ് കണ്ടില്ല. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് 100 SPക്ക് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എടുത്തത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയിലാണ്. ആങ്സൈറ്റി എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റി, എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. കാരണം ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 3 ദിവസം 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ബിസിനസ് ഓറിയന്റഡ് പ്രോഗ്രാം, BOP, നമ്മുടെ BOP. അപ്പം ഈ BOP അറ്റൻഡ് ചെയ്ത സമയത്ത് ആ BOPയിൽ 10,000 വരുമാനം വാങ്ങുന്ന ആളുകൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, ഓട്ടോ ഷൂട്ട് വിട്ട ആളുകൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഓട്ടോ ഷൂട്ടെല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല. കാരണം പോളിയിൽ ഇൻസൈഡ് ചെയ്യാത്തതിന് ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുത്തനാണ്. ആ സമയത്താണ് ഈ കോട്ട് സൂട്ട് ഇട്ടത്. അപ്പം ഈ കോട്ട് സൂട്ട് ഇട്ട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് ഞാൻ തന്നെയല്ലേ അവിടെ സംസാരിക്കുന്നത്. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലിയിൽ തന്നെയാണ് അയാളും എന്ത് ചെയ്ത് ഈ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ആള് ചെയ്ത എഫേർട്ടിൽ മേലാണ് ആൾക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും ആ എഫേർട്ട് കഴിഞ്ഞാൽ ആ പറഞ്ഞ എമൗണ്ട് നേടാം. ഒരു ആങ്സൈറ്റി വന്നു, എക്സൈറ്റഡ് ആയി, പിന്നെ എന്തെങ്കിലും ചെയ്തു കൂട്ടലായി. അതായത് കാണുന്നവരോടൊക്കെ പറയണം, മോനെ രക്ഷപ്പെടാൻ പറ്റിയ മാർഗമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞു. പ്ലാൻ ഇല്ല, അപ്പോയിന്റ്മെന്റ് ഇല്ല. ഈ ബിസിനസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അപ്പൊ നമ്മള് എല്ലാ ബിസിനസ്സും പരാജയപ്പെടുന്നില്ല അല്ലെ, ചെയ്യുന്ന ആളുകളോ ചെയ്യുന്ന രീതികളോ ആണ് എന്നും പരാജയപ്പെടാറ്. അപ്പം എനിക്ക് പറ്റിയിട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കര ഫോട്ടായിരുന്നു. എന്റെ ഒരു 30ഓളം സുഹൃത്തുക്കൾ, എന്റെ ഏറ്റവും ഹോട്ട് കോണ്ടാക്ട്സുകൾ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം ഈ ബിസിനസ് ചെയ്ത രീതി, സ്റ്റാർട്ട് ചെയ്ത രീതി. അതായത് ഒരു അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളോ ഇല്ലാതെ, ബിസിനസ് പ്ലാൻ പോലും മുഴുവനായിട്ട് പറയാതെ തോന്നിയ രീതിയിൽ എന്ത് ചെയ്യും കാര്യങ്ങൾ അവതരിപ്പിച്ചു. ആ സമയത്ത് അവർക്കുണ്ടായ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് എന്റെ കയ്യിൽ വ്യക്തമായ ഉത്തരമില്ല, അല്ലെ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയ ഉത്തരങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് പറയുന്നതാണ് ശരി എന്ന് ഞാനും എന്ത് ചെയ്യണം, സമ്മതിച്ചിട്ടായിരിക്കണം ആ മീറ്റിംഗ് കഴിയേണ്ടത്, അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ കഴിയേണ്ടത്. അപ്പൊ അവിടെ എനിക്കൊരു ഹോട്ട് കോണ്ടാക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കൾ നോ പറയുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി എന്റെ മൈൻഡ് ഡൗൺ ആയി. ഞാൻ എന്റെ പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ അത്രമാത്രമേ എനിക്ക് ആളുകൾ അറിയുള്ളൂ, വലിയ കൂടുതലൊന്നും അറിയുന്ന ആരും തന്നെ ഇല്ല. അപ്പൊ ഞാൻ ഇവന്മാരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. 30 സുഹൃത്തുക്കളുണ്ടല്ലോ, ഒരു 5-6 ആൾക്കാരെങ്കിലും നമ്മുടെ കൂടെ. പക്ഷെ 30 കംപ്ലീറ്റ്ലി നോ അടിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി ഞാൻ മൈൻഡ് ഡൗൺ ആയി. ഞാൻ ഇനി ആരോട് ഇതെന്തിനും പറയുന്നത്, കാരണം ഇവന്മാര് ഇത് നോ മാത്രല്ല, ഞാൻ ചെയ്യുന്നവനെ വരെ എന്ത് ചെയ്തു കളിയാണ്. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ അടച്ചോ, ഇനി ചെയ്യണോ, ഇത് വേണോ, ഇനി ഇത്രയും ആൾക്കാരെ തന്നെ പരിഹാസം കിട്ടും, ഇനി എന്തിനപ്പോ ഇത് ചെയ്യാൻ നിൽക്കുന്നു, മറ്റുള്ളവരോടും കൂടി എന്തെങ്കിലും പരിഹസിക്കണ്ടേ, അപ്പൊ വെറുതെ പറയണ്ട. അങ്ങനത്തെ തോട്ട് ലെവലിൽ എത്തി. ഒരു 3 ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 3 ദിവസം. ആ 3 ദിവസത്തിൽ ആണ് ഞാൻ അബ്ദുൽ നാസർ സാറിനെ വിളിച്ചു. ഞാൻ വേറെ വിളിച്ച കാര്യം പറഞ്ഞു, നടക്കുന്ന പരിപാടിയില്ല, ഇതിലേ നീ ഒറ്റയ്ക്ക് ചെയ്തോളി, എനിക്കിത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ഞാൻ അപ്പം പറഞ്ഞില്ല കേട്ടോ, എന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഇന്ന് ബാക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലടാ എനിക്കിത് പറ്റില്ല, ഉറപ്പാണ്, കുഴപ്പമില്ല, നീ ചെയ്യുന്നു പറഞ്ഞു, നോ പ്രോബ്ലം. അപ്പം പിറ്റേ ദിവസം ആള് പറഞ്ഞു ഞാൻ സൈറ്റിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ആള് വരുന്നത് രഞ്ജിലാൽ സ്റ്റാറെ കൂട്ടിയിട്ടാണ്. ആള് എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം എന്താ. ഞാൻ അപ്പോഴും പറഞ്ഞില്ല, പക്ഷെ കുറെ സംസാരിച്ച സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള സ്ഥാനം ഇവര് പുറത്തേക്ക് എടുക്കും. അവന് വേറെ ഒന്നല്ല, സുഹൃത്തുക്കൾ ആരും നിൽക്കുന്നില്ല, ഞാനിവരെ കണ്ടിട്ടില്ല. അപ്പൊ അതില് ഞെട്ടിപ്പോയി. അതിൽ എന്ന് പറഞ്ഞു, അത് നിന്നോട് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ട്, എന്നോട് ഈ പറയാതെ മറ്റുള്ള ആളോട് എന്ത് ചെയ്യരുത്, ഈ ബിസിനസ് സംസാരിക്കരുത്. ഞാൻ അറിയാതെ നീ ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ടിങ് ടൈം എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിങ് കിട്ടുന്നവരെ, AOP കിട്ടുന്നവരെ നീ വേറൊരാളോട് ഈ ബിസിനസ് സംസാരിക്കരുത് എന്നോട് പറയാതെ. കാരണം വേറെ ഒന്നല്ല, അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിന്റെ കയ്യിൽ സാറ്റിസ്ഫൈഡ് ആയുള്ള ഉത്തരം ഇല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യില്ലേ. അപ്പൊ നീ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചെടുത്ത് എന്റെ കയ്യിൽ നിനക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന ഉത്തരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് നീ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ കുഴപ്പമില്ല, എനിക്ക് 30 ആൾക്കാരെ മാറ്റിയിട്ട് നീ വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, നിന്റെ ഈ ഒരു ഏജ് അല്ലാത്ത വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു കുറച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കി. അവിടെയാണ് നമ്മുടെ കയ്യിൽ
സ്വപ്ന മാഡത്തെ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ 30ഓളം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഞാൻ പ്രിയങ്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഒരു ഒരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് വലയം കുറച്ചുകൂടി അല്ല. അതിന്റെ അമ്മേന്റെ വീട് അയ്യൂലാണ്. അതുകൊണ്ട് നിക്കറിട്ട പ്രായം മുതലേ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് മൂസിൻ എന്ന് പറയുന്നത്. ആളോടാണ് ഈ പ്ലാൻ പറഞ്ഞു. അപ്പൊ അതും ആളും വലിയ കൂടുതൽ ഒന്നുമില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പിലാണ് എനിക്ക് മൂസിൻ സാറിന് കിട്ടുന്നത്. അവൈലബിൾ ആണ് കണ്ടിന്യൂസ് ആയിട്ട്. ആദ്യം പ്ലാൻ കേട്ട സമയത്ത് അതുള്ള ഞാൻ സൈറ്റിലായിരുന്നു. അപ്പൊ അതുള്ള സാറോട് പറഞ്ഞു ഒന്ന് പോയി ഒന്ന് സംസാരിക്കുകയോ, ഇവിടെ കോഴിക്കോടാണ് മറ്റേ റെയിൽവേയിൽ ആളുണ്ട്, പോയി സംസാരിക്കാം. അങ്ങനെ അതുൽ സാർ പോയി സംസാരിക്കുന്ന സമയത്ത് ആള് മുഴുവനും കേട്ടിരുന്നിട്ട് പറഞ്ഞു അടിപൊളി പ്ലാൻ മോദിഫൈ കേട്ടോ. അപ്പൊ അതിന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലോ ഭയങ്കര പോസിറ്റീവ് ആണല്ലോ, ഇവനിതിപ്പം ചെയ്യല്ലോ എന്നാലും വിചാരിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മീറ്റിംഗ് എന്നെ കേട്ടോ അടിപൊളി ചെക്കൻ കേട്ടോ, ഓന് എന്തായാലും ചെയ്യട്ടോ, എന്റെ നമ്പറൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സമാധാനായി. ഇത്രയും ആൾക്കാരായിട്ട് പറഞ്ഞ സമയത്ത് ഒരുത്തൻ പോസിറ്റീവ് ആകുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു സമാധാനം. പിറ്റേ ദിവസം ആ സമാധാനം പോയി. വേറെ ഒന്നല്ല, പിറ്റേ ദിവസം മുതൽ ഞാൻ വിളിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഫോൺ എടുക്കുക. കാരണം എന്റെ നമ്പർ ആളെ കൈമേലുണ്ട്. സംഭവം അതുൽനാഥിന്റെ നമ്പർ വാങ്ങി വേറെ ഒന്നല്ല, അതുൽനാഥിന്റെ ഫോണിൽ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം, കട്ടാക്കാൻ വേണ്ടിട്ടാ, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ ആള് ഏകദേശം ഒരു 1.5 ആഴ്ച ഞങ്ങൾ വിളിക്കുന്ന ഫോൺ എടുക്കുന്നില്ല, ഞങ്ങളെ മുന്നിൽ കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങള് കടലോര മേഖലയിൽ പറയുന്ന ഒരു സാധനം ഉണ്ട്, നമ്മള് ചില മാന്തൽ എന്ന് പറയുന്ന മീനുണ്ട്. ഈ മാന്ത എന്ന് പറയുന്ന മീനിനെ ചിലപ്പോൾ വല ഇട്ടാൽ കിട്ടൂല, ചവിട്ടി പിടിക്കണം, കാരണം അതിങ്ങനെ വൈദ്യുതി പോകും. അപ്പൊ അതുപോലെ തന്നെ മൂസിൻ സാർ നിൽക്കുന്നില്ല, മൂസിൻ പറന്ന് കളിക്കാണ്, നമുക്കൊന്നും കിട്ടുന്നില്ല ആളോട് കാര്യങ്ങൾ പറയാം. അപ്പൊ ഏകദേശം ഒരു 1.5 ആഴ്ച ഞങ്ങൾ റൗണ്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആളെ ട്രൈ ചെയ്യുന്നു കാണാൻ വേണ്ടിട്ട്. 1.5 ആഴ്ച ശേഷം ഞങ്ങൾക്ക് കോഴിക്കോട് പുഷ്പ ജംഗ്ഷൻ വെച്ച് ഞാൻ കിട്ടി. അന്ന് ഞങ്ങളുടെ കൂടെ രഞ്ജിലാൽ സാർ ഉണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു മണിക്കൂറുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു, മനസ്സിലാക്കി. അതിനുശേഷം ആളുടെ എക്സ്പീരിയൻസ് വന്നു. ആളെ സംബന്ധിച്ചോണ്ട് ഏകദേശം ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ഒരു 32 എനിക്ക് തോന്നുന്നു, അതിന്റെ മേ ബി എനിക്ക് ഓർമ്മയില്ല, ഒരു 34 ആ ഒരു ഏജ് ആണ് ആളെ ഞങ്ങൾ കാണുന്ന സമയത്ത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ 10 വയസ്സിന് താഴെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. 21-ാം വയസ്സിലാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു വ്യക്തി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്. ഓട്ടോമാറ്റിക്കലി ഞങ്ങളോട് സംസാരിച്ച് വേറൊന്നല്ല, മുന്നോട്ടുള്ള വിഷയത്തെ കുറിച്ചാണ്. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് ആൾ പറഞ്ഞത്. ഒരു മണിക്കൂർ കേട്ടാൽ തന്നെ നമുക്കൊരു ഒരു ഒരു സാധനം വന്നു, ഒരു ചെറിയൊരു ഭയം വന്നു. ഇങ്ങനെയാണല്ലോ ഇത് പോകുന്നത്. കാരണം വേറൊന്നല്ല, പല സർക്കിളുകളിലും ഈ പറഞ്ഞ കാര്യം സംസാരിക്കാറില്ല. ഞാൻ പറഞ്ഞ വീട്ടമ്മമാര് നിൽക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും കുടുംബശ്രീയിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയണ്ട, നാളത്തേക്കുള്ള കാര്യം ഒന്നേ സീരിയലിലെ അത് പറയില്ല, ചുറ്റുപാടുള്ള അല്ലെ, അതല്ലേ നമ്മൾ സംസാരിക്കാറ്. ഇപ്പൊ ഞങ്ങളുടെ സുഹൃത്ത്, ഞങ്ങളുടെ ഒരു ഏജിലുള്ള ആൾക്കാരുണ്ട്, ഞങ്ങൾ കമ്പനിക്കാരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എനിക്കറിയാം തേങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങള് ഞാൻ പറയാം ആ വലിയൊരു ഹൈവേ ആണ്, ആ ഹൈവേനെ തൊട്ടരിയത്ത് ഇരുന്നിട്ട് നമ്മൾ നോക്കുന്ന ആ റോഡിന്റെ അരിയത്ത് കൂടി പോകുന്ന സമയത്ത് അങ്ങനെയാണ് നല്ല ദുഷ്പ പറയുന്ന ആൾക്കാരെയാണ്. അപ്പൊ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രീതി. പക്ഷെ കൂടെ ഇരുന്നവനെ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവന് നാളെ എന്ന് പറയുന്ന ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന സർക്കിളുകൾ വളരെ കുറവാണ്. ആ സർക്കിളുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ഒരിക്കലും പല ഗ്രാമങ്ങളിലും ഒരു പോസ്റ്റിന്റെ മേളിലും ആരും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും നാളത്തേക്ക് എന്നുള്ള പറഞ്ഞ കാര്യം. അപ്പം ഈ പറഞ്ഞൊരു കാര്യം എന്താ പറയാ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല രഞ്ജിലാൽ സാർ. അവിടെയാണ് നമ്മൾ ഒന്ന് ചെയ്തു നോക്കാം. കാരണം എവിടെയും നമ്മൾ ഈ ഫിഗർ കണ്ടില്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫിഗർ ആർക്കും കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ചാൻസ്. കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിൽ പല വലിയ രീതിയിലൊന്നും ബിസിനസ് എത്തിയിട്ടില്ല. അതൊന്നും ചെയ്ത് നോക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്താ പറയാ, നമ്മളെല്ലാവരും നമ്മുടെ കൂടെ നിന്നില്ല, കുറെ കളിയാക്കലുകൾ കിട്ടുന്നു. എന്തിനു പോട്ടെ, ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് ചെയ്യരുത് എന്നുള്ളത് എന്റെ അമ്മ എന്റെ ഏട്ടനാണ് ഏറ്റവും കൂടുതൽ താമസിച്ചു. എന്റെ ഏട്ടൻ പറഞ്ഞു, ഇതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല, നീ ആ പേപ്പർ സപ്ലൈ ചെയ്ത പേപ്പർ എഴുതിയെടുക്കും, അതിനുശേഷം നീ ഡിപ്ലോമ പഠിച്ച് പുറത്തേക്ക് പോകാൻ നോക്ക്. അതുപോലെ തന്നെ അമ്മേന്റെ നിരന്തരമായിട്ടുള്ള, കാരണം നമ്മളൊരാഴ്ചയിൽ ഒരു ഇൻകം കൊടുക്കാറുണ്ടായിരുന്നു, 2000 രൂപയെങ്കിലും 2000 രൂപ കൊടുക്കാറുണ്ട്. ഫിജിക്കാലത്തിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യത്തെ ഒരാഴ്ച ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം, ട്രെയിനിങ് കഴിഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ് കിട്ടുന്നത്. ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് ഇതൊന്ന് കോൺസെപ്റ്റ് ഒന്ന് ഫുൾ ടൈം ആയിട്ട് ചെയ്തു നോക്കിയത്. ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അതുൽ സാർ എന്നോട് ഒരു കാര്യം ചോദിച്ചു. ഞങ്ങൾ പട്ടോട് ബീച്ചിൽ ഒരു കുറച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞു എന്നോട്, ഒരു 6 മാസം എന്നോട് ഫുൾ ടൈം ആയിട്ട് ചെയ്തെങ്കിലോ, ഫുൾ ലെങ്ത്തിൽ അടിച്ചാലോ പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ഞാൻ പണിക്ക് പോയില്ല, പൈസ കിട്ടില്ല, വീട്ടില് അടുപ്പില്ല. അപ്പൊ എന്നോട് അല്ലാതെ ചോദിച്ചു, മോനെ ഇതിൽ ചക്കക്കുരു പറിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്, പൈസ ഉണ്ടാക്കാനാണ്. അപ്പൊ നിന്റെ സേഫ് സോൺ നീ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ മേ ബി
നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു തോത്തിലേക്കായിരിക്കാം നീ പോകണ്ട. ഒരു 6 മാസം നീ ഇത് ഒന്നും പ്രതീക്ഷിക്കാതെ നീ ഇത് ചെയ്യും. ഒന്നും കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് മറന്നു പോകുമോ? ഒരു 6 മാസം ഇത് ചെയ്യാണ്ട് നീ ഇന്ന് മറന്നു പോകും. നമ്മൾ 5 വർഷത്തോളം ഞാൻ ചെയ്യുന്ന 6 മാസം ഇതിൽ ഒത്തുന്നില്ല, നീ അതിൽ പോ, നോ പ്രോബ്ലം. പിന്നെന്താ പ്രശ്നം? അപ്പൊ അടിക്കുമ്പോ നീ ഒരു ഫുൾ ലെങ്ത്തിൽ അടിക്കുന്നതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തൊന്ന് ചെയ്തു നോക്കാം. എന്തായാലും അവനും IDFCന്റെ ജോലി ഒഴിവാക്കിയിട്ട് ആളും എന്ത് ചെയ്താണ് ഈ ബിസിനസ് ചെയ്യാണ്. അപ്പം ആളുടെ ഒരു എന്താ പറയാ ഒരു ട്രസ്റ്റ് വേറെ തന്നെ ഉണ്ട്. ആളും ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യാറുണ്ട്. ആളൊന്നും കാണാതെ ഇതൊന്നും ചെയ്യാറില്ല. ഞാനും അങ്ങനെ ആളെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഒരാഴ്ച ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന്. ആ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിപ്പോയി. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയത് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായത്. അപ്പം വേറെ ഒന്നല്ല, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാൻ പറ്റുന്നത് മെയിൻ വേണ്ടത് നോളജാണ്. നോളജ് നിർബന്ധമാണ്. അപ്പൊ ആ നോളജ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് അയാൾ വേണമെങ്കിൽ നിങ്ങളെക്കാൾ 1 മണിക്കൂർ മുന്നേ ആയിരിക്കാം ഐഡിയ അടിച്ചിട്ടുണ്ടാവുക, വേണമെങ്കിൽ 1 ദിവസം മുന്നേ ആയിരിക്കും ഐഡിയ അടിച്ചിട്ടുണ്ടാവുക. അയാൾ നിങ്ങളുടെ അപ്ലൈനാണ്. അപ്ലൈനെ പൂവിട്ട് പൂജിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അപ്ലൈൻ പറയുന്ന ചില കാര്യങ്ങൾ അത് ഒരു സജഷനാണ്. അതൊന്ന് ഇരുത്തി ചിന്തിച്ചു പോവുക. എന്നിട്ട് ആവശ്യമുള്ളതാണോ നോക്കുക. ആവശ്യമുള്ളതാണെങ്കിൽ അത് ചെയ്യാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാനും ആള് പറഞ്ഞ ചില കാര്യങ്ങൾ എന്താ പറയാ, ഞങ്ങൾ മച്ചാനാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ എന്റെ അപ്ലൈനാണ്. ഞാൻ ആളെ കണ്ടുകൊണ്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. തീർച്ചയായിട്ടും എന്താ പറയാ, ആളുടെ വാക്കുകൾക്ക് ഞാനൊരു വില വെക്കണം. അപ്പൊ അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, അതുൽനാ സാറോട് ചോദിച്ചാൽ അറിയാം, ബിന്ദുലാൽ സാറോട് ചോദിച്ചാൽ പല മീറ്റിങ്ങിലും പറയാറ്, നല്ലൊരു മടിയനാണ് ഞാൻ. നല്ലൊരു മടിയനാണ്. അതായത് എനിക്ക് ഇങ്ങനെ 10 ആൾക്കാർക്ക് അടുപ്പിച്ച് ഓരോ പ്രാവശ്യം ഓരോരുത്തർക്ക് പോയി പ്ലാൻ കൊടുക്കുന്നത് ഭയങ്കര മടിയാണ്. ഇപ്പം നമ്മളൊരു ഓഫീസിൽ ഒരു ജോലി ഒരു മടിയനായിരിക്കും, എന്തെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ഒരു മടിയനായിരിക്കും കൊടുക്കേണ്ടത്. വേറെ ഒന്നല്ല, ഈ മടിയൻ എന്ത് ചെയ്ത് എളുപ്പത്തിൽ ചെയ്തു തരും. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ 10 ആൾക്കാർ ഓരോരുത്തരെ പോയി കാണുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയത് എന്താ പറയുക, ഇവരെ ഒരുമിച്ച് എത്തിയാൽ നല്ല പരിപാടിയാണല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ട്രെയിനിങ്ങിൽ കിട്ടിയ കാര്യമാണ് ഹൗസ് മീറ്റിംഗ്. ഏറ്റവും കൂടുതൽ ഹൗസ് മീറ്റിംഗ് എടുത്തു തുടങ്ങി. DOPകളിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് മനസ്സിലായി. അത് ട്രെയിനിങ്ങിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ചെയ്തു നോക്കാൻ വിചാരിച്ചു. അങ്ങനെ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളെയും അല്ല പ്ലാൻ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചൊവ്വാഴ്ച ദിവസം, കോഴിക്കോട് ചൊവ്വാഴ്ച ദിവസമാണ് എന്ത് ഈ പറഞ്ഞ ഇത് വരുന്നത്. ചൊവ്വാഴ്ച ദിവസം നേരെ BOP സെന്ററിലേക്ക് കൊണ്ടുവരും. അവിടെ എത്തിക്കാൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. ഏകദേശം ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, സ്റ്റാർട്ടിങ്. അപ്പൊ ഞാനിത് ലാഗ് ചെയ്ത് വലിച്ച് കഥകൾ പറയല്ല. അതിന് ഇപ്പം ഈ പറഞ്ഞ നമ്മളൊരു സക്സസ് സ്റ്റോറി ഉണ്ടല്ലോ അല്ലെ, എല്ലാവരും കാണുന്നത് ആ ഉയർത്തിപ്പിടിച്ച 50 ലക്ഷം മാത്രം നിൽക്കുന്ന വിന്ദാസനാണ്. ഇതിന് പിന്നിൽ വലിയൊരു എന്താ പറയാ നീണ്ട യാത്രയുണ്ട്. ആ യാത്രയിൽ നല്ല കല്ലും മുള്ളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പല സമയത്തും വീണിട്ടുണ്ട്. വീഴുന്നത് ഒരു തെറ്റേയല്ല. വീണെടുത്ത് നിന്ന് എണീച്ച് പിന്നെയും ആ യാത്ര തുടങ്ങാൻ കാണിക്കുന്ന ഒരു ധൈര്യം അതുണ്ടാവണം. അതുണ്ടെങ്കിലേ മാത്രമേ നമുക്ക് പറഞ്ഞ ഒരു കാര്യത്തിലെത്തുള്ളൂ. ഇപ്പൊ പൃഥ്വിരാജ്, നമ്മുടെ രാജേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരിക്കലും സക്സസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിലല്ല, അതൊരു കണ്ടിന്യൂറ്റി ആണ് എന്നുള്ളത്. ഒരു യാത്രയാണ്, കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ജേണി തന്നെ. അപ്പൊ അതാണ് സക്സസ്. ഞാനും അതന്നെ വിചാരിക്കുന്നത്. ഇപ്പം പറഞ്ഞ 50 ലക്ഷം രൂപ വരുമാനം വാങ്ങി എന്നുള്ളത് എന്റെ ഒരിക്കലും അതൊരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നു. ആ പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു കണ്ടിന്യൂറ്റി ആക്കിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പോകുന്ന സമയത്താണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതൊരു സക്സസ് ആണെന്ന് എന്റെ മനസ്സിൽ പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇതിലേക്കല്ല എത്തുന്നത് നമ്മൾ ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്. ഇപ്പം പലരും വിചാരിക്കുന്നുണ്ട് ഇൻഡാസില്ലെങ്കിൽ സ്വപ്നം ചെയ്യലെന്ന്. ഒരിക്കലും ഇല്ല. ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയേണ്ടതായിരുന്നു, ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയാം വ്യത്യാസം? റാങ്ക് അല്ല. ഞാൻ NST എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നു, നിങ്ങൾ ഇന്ത്യ റാങ്ക് ഒന്നുമല്ല. ഏഴാം റാങ്കിൽ നിൽക്കുന്നു. ഇതൊക്കെ ഓവർടേക്ക് ചെയ്ത് അടിച്ചു കയറി പോകാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഈ സ്ക്രീനിലുണ്ട്. എനിക്ക് നല്ല അറിയാം. നമ്മുടെ റാങ്ക് ഒക്കെ ഓവർടേക്ക് ചെയ്ത് പോകാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഈ റാങ്കിലുണ്ട്. അത് നല്ല പറയാം. അപ്പൊ അതല്ല നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, 5 വർഷം, അതായത് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഈ ബിസിനസ് ചെയ്തു എന്നുള്ള ഒരു കാരണം. ഇപ്പം നമ്മൾ വരുന്നതിനേക്കാൾ മുന്നേ ആദ്യം വരുന്ന ആളുകൾക്ക് മാത്രമാണോ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുമല്ല? ഒരിക്കലല്ല.
ഈ ഈ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഒന്ന് നോളജ് ആണ്, പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞ ചില കുണ്ടുകളിൽ ഞാൻ വീണിട്ടുണ്ട്. എന്റെ ലീഡേഴ്സ് ചില കുണ്ടുകൾ മോനെ അതിലൊന്ന് മാറി നടന്നു എന്ന് പറയുന്ന സമയത്ത് അതൊന്ന് മാറി നടന്നിട്ടുണ്ട്. അപ്പൊ പിന്നാലെ വരുന്ന ആളുകളോട് ഞാൻ പറഞ്ഞു അതൊന്ന് മാറി നടന്നു കേട്ടോ. ജാസ് സാർ പറഞ്ഞ എനിക്ക് ചാടാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ വീണില്ല, വീഴാത്ത നന്നായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തർക്കും നമുക്കൊരു വഴികാട്ടിയായിട്ട് മാറാൻ പറ്റണം. അതൊരിക്കലും ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ഇതാണ്. ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊരു ഫോഴ്സോ അല്ലെങ്കിൽ ഒരു പ്രഷറോ ഒന്നും തന്നെ അതുല്ലാതെ എന്ന് പറയുന്ന ലീഡർ വഴി ഞാൻ കിട്ടില്ല. കാരണം ഞങ്ങളുടെ സുഹൃത്താണ് അത്. ഞങ്ങൾ നല്ലോണം അയാൾക്ക് അറിയാം ഞങ്ങൾക്ക് എന്ത് കേട്ട് കഴിഞ്ഞാൽ സന്തോഷം വരും, എന്ത് കേട്ട് കഴിഞ്ഞാൽ ദുഃഖം വരും, എന്ത് കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം വരും എന്ന് നല്ലോണം അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വൃത്തിക്ക് ഡീൽ ചെയ്തിട്ടുണ്ട്. സോ ഇഷ്ടത്തോടെയാണ് ഈ ബിസിനസ്സിനെ ഞങ്ങൾ കണ്ടത്. ഒരിക്കലും ഒരു കഷ്ടപ്പെട്ടിട്ടൊന്നല്ല ഈ ബിസിനസ് ചെയ്തത്. സോ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ട്രെയിനിങ്ങിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം. സംഭവം നമ്മൾ 5 വർഷത്തോളം, ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളായി. 5 വർഷം ഞാൻ ജോലിക്ക് പോയി പറഞ്ഞ പൈസ എനിക്ക് കിട്ടൂല. ഓട്ടെ ഈ 5 വർഷം എന്നുള്ളത് 30 വർഷം എടുത്താൽ പോലും, ജോലിക്ക് പോയാൽ പോലും എനിക്ക് പറഞ്ഞ പണം കിട്ടില്ല. പിന്നെ എങ്ങനെ 5 വർഷം കൊണ്ട് നെറ്റ്വർക്കിംഗിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വർഷം കൊണ്ട് എടുക്കേണ്ട ജോലി 5 വർഷം കൊണ്ട് സ്മാർട്ടായിട്ട് എടുക്കാൻ പറ്റണം. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒരു വിട്ടുവീഴ്ചകൾ ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചോളം നല്ല വിട്ടുവീഴ്ചകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഫാമിലിയിൽ പല കാര്യങ്ങളും എനിക്ക് എന്താ പറയുക അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പല പ്രോഗ്രാമുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളിടയിൽ പല രീതിയിലുള്ള കുത്തുവാക്കുകൾ, അവരുടെ പല യാത്രകളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അവർ ഒത്തുകൂടുന്ന പല ഗാങ്ങിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പം അവിടെയൊക്കെ നമുക്ക് കിട്ടിയ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ പണത്തിന് പിന്നാലെ ഓടുന്നതാണ്. ഞാൻ ഒരിക്കലും പണത്തിന് പിന്നാലെ ഓടുന്നില്ല. ഈ ലോകത്ത് എന്താ പറയാ, നമുക്ക് ആവശ്യമുള്ള സാധനം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങൾ നേടാനോ പണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കടലാസിന്റെ ആവശ്യകത വേണം എന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പിന്നാലെ ഓടണം. ഇത് മാത്രമാണ് മുഖ്യമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതാണ് മുഖ്യം എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ അതിന് പിന്നാലെ നമ്മൾ ഓടേണ്ട സമയം. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ വഴികാട്ടിയായിട്ടുള്ള എന്റെ ലീഡേഴ്സ് പറഞ്ഞ കാര്യമാണ്, ഇത് ഈ പറയുന്ന ബിസിനസ് നമ്മൾ കാലാകാലം ചെയ്യേണ്ട ഒരു സാധനമല്ല. നമ്മൾ ഈ ബിസിനസ് തുടങ്ങി മരിക്കുന്നവരെ ചെയ്യേണ്ട ഒരു ബിസിനസ്സേ അല്ല നെറ്റ്വർക്ക് മാർക്കറ്റ്. ഇത് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് ഉണ്ട്. ഒരു 5 വർഷം, ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന മേഖലയുടെ പരമോന്നതിയിലേക്ക് നമ്മൾ എത്തണം. അപ്പം അതുവരെ ആ പറഞ്ഞ ഒരു ടൈം പീരീഡ് വരെ നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ എൻട്രി വെച്ച് നാളെ പിറ്റേ ദിവസം തന്നെ എനിക്ക് 10,000 വേണം, എനിക്ക് 20,000 വേണം, എനിക്ക് ലക്ഷം വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരു ചെടി വളരാൻ അതിൻ്റെതായ സമയമുണ്ട്. ആ ചെടി വളർന്ന് മരമാവാനും അതിൻ്റെതായ സമയമുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നെറ്റ്വർക്കിങ്ങിലും വളരണമെന്നെങ്കിൽ അതിനൊരു സമയമുണ്ട്, ഒരു ക്ഷമ കാണിക്കണം എന്നുള്ളത്. ആ ക്ഷമ ഉണ്ടാവണം തന്നെയാണ്. അപ്പം ഇത് ഈ പറഞ്ഞ ക്ഷമയും സമയവും ഒക്കെ നമ്മുടെ ടീം മെമ്പേഴ്സിന് നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കാൻ പറ്റും. എങ്ങനെ ഇതൊക്കെ നേടാൻ പറ്റും, എങ്ങനെ ഇത്രയും ക്ഷമ കിട്ടാൻ പറ്റും, എങ്ങനെ ഇത്രയും സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? കമ്പനിയുടെ പ്രോഗ്രാമുകൾ തന്നെയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ എണീച്ച് 7 മണിക്ക് എണീച്ച് ഈ ബിസിനസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ, അല്ലെങ്കിൽ ഈ 7 AM ക്ലബ്ബ് കേൾക്കുന്നതിന് വേണ്ടി. അപ്പം ഇതുപോലുള്ള പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമുകളിൽ നിന്നാണ് ഇന്നലകളിൽ വരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭയമുള്ള ചില കാര്യങ്ങൾ അല്ലെ. എങ്ങനെ ഭയം എന്ന് ഉദ്ദേശിച്ചത് എന്താ? 2 ആൾ അടിക്കാനല്ല, പക്ഷെ 2 ആൾ അടിക്കാനാണ് ഞാൻ അറിയാം, പക്ഷെ 4 ആളെ സംസാരിക്കാൻ എനിക്ക് കുറച്ച് പേടിയാണ് അല്ലെ. അങ്ങനെയുള്ള ആളുകളില്ലേ ഈ സ്ക്രീനിൽ. അപ്പം ആ ഭയത്തെ വരെ നമ്മൾ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്ക് നീന്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ എനിക്കൊരു പേടിയുണ്ട്, നീന്തുമ്പോ മൂക്കിൽ വെള്ളം കയറുമെന്ന്. എനിക്ക് നീന്താൻ പറ്റുമോ? ഇല്ല. ആ സമയത്താണ് അതുല്ലാ സാർ വന്ന ഒരൊറ്റ തള്ള, ഞാൻ നേരെ വീഴുന്നത് വെള്ളത്തിലേക്കാ. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ജീവന് വേണ്ടി നമ്മൾ കയ്യും കാലിട്ടായിരിക്കും. പിന്നെ മൂക്കിൽ വെള്ളം കയറിയാൽ എന്ത്, ചെവി വെള്ളം കയറിയാൽ അല്ലെ. അപ്പൊ ആ ഒരു ഭയത്തെ അതുല്ലാ സാർ ഇല്ലാതാക്കി. ബാക്കിൽ വന്ന് നിന്ന് തള്ളുന്ന സമയത്ത് ഞാൻ കമ്പി പിടിച്ചിരിക്കുക, ഞാൻ വീഴൂലെന്ന് പറഞ്ഞിട്ട്. എനിക്ക് നീന്താൻ പറ്റുമോ? അത് അവിടെയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചില ഉൾഭയത്തെ ഇല്ലാതാക്കുന്നത്. തീർച്ചയായിട്ടും അപ്ലൈൻ ലീഡേഴ്സ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം എന്റെ സക്സസ് സ്റ്റോറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്റെ അപ്ലൈൻ ലീഡേഴ്സ് തന്നെയാണ്. ഈ കമ്പനിയുടെ പ്രോഗ്രാമുകളാണ്.
ഈ കമ്പനിയുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, BOPകൾ ഒരു സമയത്ത് ഞാൻ മിസ് ചെയ്യാറില്ല. ഈ പറയുന്ന BOPകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മൈൻഡ് സെറ്റ് വന്നത്. കാരണം നമ്മൾ 6 ദിവസം ഓടിയിട്ട് നമുക്ക് ഇപ്പം കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ല ഫിജിക്കാരനെ സംബന്ധിച്ചുള്ള 2019, 2020 കാലഘട്ടങ്ങളിൽ കോവിഡ് വരുന്നവരെ. കാരണം ഇതിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ, വലിയ ആളുകളില്ല, ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകളില്ല. ആര് ചോദിച്ചാലും പറയുന്നത് ഇപ്പൊ നമുക്ക് നേടാം. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഫിജിക്കാട്ടിൽ വലിയ വരുമാനം വാങ്ങുന്ന ഒരാളില്ല, എന്നാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വിശ്വസിച്ചൊന്നുമില്ല. അപ്പോ കൂടുതൽ, അതായത് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടിയത് നെഗറ്റീവാണ്. പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ സമയം എടുക്കും. നമ്മുടെ ടീമിൽ പൊട്ടിത്തെറിക്കുന്ന ഒരുത്തം വരും, നമ്മളെക്കാൾ കഴിവും കപ്പാസിറ്റിയുള്ള ഒരുത്തം വരും. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഡിപ്ലോമ വരെ പഠിച്ചിട്ടുള്ളതാണ്. എന്റെ ടീമിൽ വന്ന ഒരു സ്ത്രീയാണ്, ഒരു ലേഡിയാണ്, സ്വപ്ന എന്ന് പറയുന്ന ആളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു. വലിയ എഡ്യൂക്കേഷനും കാര്യങ്ങളോ ഒന്നുമില്ല, വലിയ സാമ്പത്തിക നിലയിൽ വരുന്ന ഒരു ഫാമിലിയിൽ നിന്നൊന്നും അല്ല ആള് വന്നത്. പക്ഷെ ആളുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ആളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആള് എന്തും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുത്തം വന്നാൽ മതി ടീമിൽ. അവന്റെ സ്വപ്നത്തിന് പിന്നാലെ ഓടുന്ന ഒരുത്തൻ നിങ്ങളുടെ ടീമിൽ വന്നാൽ നിങ്ങൾ കയ്യിലേക്ക് ഒന്നും നോക്കാനില്ല സത്യം പറഞ്ഞാൽ. സോ സ്വപ്നത്തിന് പിന്നാലെ ഓടുന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരോടാണ് ഈ കൺസെപ്റ്റ് പറയേണ്ടത്, അവരോടാണ് ഈ ബിസിനസ് കൊണ്ടുവരുന്നത്. അപ്പൊ അവര് വരാൻ വേണ്ടി സമയം എടുക്കും. വേണമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ വേണേൽ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. പക്ഷെ എങ്ങനെയായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ തളരില്ല. അതാണ് എന്റെ ഗ്യാരണ്ടി. എന്റെ ഗ്യാരണ്ടി അതാണ്. നിങ്ങൾ ഒരു കാര്യത്തിന്, ഇപ്പൊ വിജയിക്കാട്ടെന്നല്ല, എന്ത് കാര്യം നിങ്ങൾ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉറക്കാൻ അല്ലെങ്കിൽ ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, ആ ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ കുറെ സമയമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ അത് പെട്ടെന്ന് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഒരു ഫോണ് മാറ്റണം എന്നുണ്ടാവും അല്ലെ, ഫോണൊന്ന് വീണ് സ്ക്രീനിലും പൊട്ടിണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റണം. പക്ഷെ ഇതില്ലാതെ നടക്കൂല. ഈ എവിടെ ഈഗോ ടച്ച് ചെയ്ത് സുഹൃത്തുക്കളെ കഴിയുന്നോ, അല്ലെ ഫാമിലിന്നോ, അല്ലെ നമ്മൾ വർക്ക് എടുക്കുന്ന കൊളീഗ്സിന്റെ അടുത്തുനിന്നോ എവിടുന്ന് നമ്മുടെ ഈഗോ ടച്ച് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ഫോൺ മാറ്റും. കയ്യിൽ പൈസ ഇല്ലെങ്കിലും. അതാണ് ആഗ്രഹത്തിന്റെ ഒരു സാധനം. അപ്പം അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, സ്വപ്നം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. വെറുതെ ഞാൻ അവിടെ കാണുന്ന ഇവിടെ കാണുന്ന മോട്ടിവേഷൻ എടുത്ത് പറയില്ല. എന്റെ മനസ്സിൽ എനിക്ക് ഇന്ന് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട്. ഒന്നുമല്ല, ഞാൻ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുന്നേ 5 വർഷം മുന്നേ ഈ കൺസെപ്റ്റ് ചെയ്തു. നിങ്ങൾ ഈ റാങ്കിന് മാനിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മാനിക്കണം. വേറെ ഒന്നുമല്ല, നമ്മൾ കുറെ കുണ്ടിലും വീടുകളിലും വീണിട്ടുണ്ട്. അവിടെ എണീച്ച് പിന്നെ ഓടിയെടുത്താണ് ഈ സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ നിങ്ങളുടെ മുന്നിലും അതേ വഴിയാണ്. ചില കുണ്ടുകൾ ഉണ്ടാവും, ചില ചളിക്കുണ്ടുകൾ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ഓവർകം ചെയ്യേണ്ടത്. അതിന് ഏറ്റവും വലിയ 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് BOP, ഒന്ന് AOP കമ്പനിയുടെ പ്രോഗ്രാമുകൾ. ഇതൊന്നും ഞാൻ മിസ് ചെയ്യില്ല. സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ സെയിൽസ് മാനേജർ ആയ സമയത്ത് എന്റെ സുഹൃത്തിന്റെ കല്യാണം. അപ്പം കല്യാണം നാളെയാണ്, ഇന്ന് അവിടെ ഫംഗ്ഷൻ. അപ്പം ഇന്ന് കമ്പനിയുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കാം. ഞാൻ ആ പ്രോഗ്രാം എല്ലാ പ്രാവശ്യം പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം പ്രോഗ്രാം പോയാത്ത സമയത്ത് എന്നെ രഞ്ജുലാൽ സാർ വിളിച്ചു. രഞ്ജുലാൽ സാറ് വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കമ്പനിക്കാരന്റെ കല്യാണത്തിന് പരിപാടി. അപ്പൊ ഇന്നാണോ? ഞാൻ പറഞ്ഞല്ല, നാളെ. ഇന്നെന്താ ഇവിടെ വരാത്ത? ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ സുഹൃത്തിന് കല്യാണം. ഓക്കെ. എന്താ ആളുടെ ജോലി എന്താ? ഞാൻ പറഞ്ഞു, പട്ടാളത്തിലാണ്. അല്ല, നിന്റെ കല്യാണത്തിന് അവൻ പട്ടാളത്തിൽ നിന്ന് ലീവ് എടുത്ത് വരുമായിരിക്കില്ലേ? പോസിബിൾ അല്ലല്ലോ, അത് പട്ടാളം, ഇത് നെറ്റ്വർക്ക് മാർക്കറ്റ്. അപ്പൊ ആള് പറഞ്ഞ, എന്താണ് എനിക്കൊരു പുച്ഛം, നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്താ ഒരു പുച്ഛം? അപ്പൊ ഞാൻ ആലോചിച്ച സമയത്ത് ശരിയാണ്, പറഞ്ഞ കാര്യം ഉണ്ടാവില്ലല്ലോ. എന്റെ കാര്യത്തിന് ആള് ലീവ് എടുക്കാതെ എന്തുകൊണ്ടാ ലീവ് എടുക്കാൻ പറ്റും? എന്തുകൊണ്ടാ? അത് വലിയ കാര്യമല്ല, അതിനേക്കാൾ വലിയ ആണല്ലോ ഈ ജോലി. അപ്പൊ ഞാനും ആലോചിച്ച കാര്യം അതാണ്. ആളുടെ കല്യാണത്തിന് പോകണ്ടെന്നല്ല, പക്ഷെ എന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യാവും, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിൽ നീങ്ങാവുന്നതാണ് തന്നെയാണ്. പക്ഷെ പ്രയോറിറ്റി, പലർക്കുള്ള പ്രയോറിറ്റി അതാണ്. അവരുടെ കാര്യങ്ങൾക്കെല്ലാം ആരും പ്രയോറിറ്റി കൊടുക്കുന്നത് ചുറ്റുപാടുകളിലേക്കാണ്, സർക്കിളിലേക്കാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, കല്യാണങ്ങളിലേക്കും. ഇതൊന്നും ആഘോഷങ്ങൾ വേണ്ടെന്നല്ല, ആഘോഷങ്ങൾ വേണം. പക്ഷെ നമ്മള് നാളേക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും മാറ്റി വെച്ചാലല്ലേ കാര്യങ്ങളുള്ളൂ, അല്ലെ? അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഉള്ള കാര്യമാണ്, ഇതുപോലുള്ള ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചെടുത്ത് കുറച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി. ഇതിനെല്ലാം ഓർമ്മ കുറച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ലീഡേഴ്സ് ഉണ്ട്. അവർ വാങ്ങുന്ന സമയത്ത്, ആ ലക്ഷങ്ങൾ വാങ്ങുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്.
ഞാന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം പറയാം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് ഫിജിക്കാട്ടിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കുറെയൊക്കെ ടീച്ചറും പറഞ്ഞു. അപ്പൊ ഇനി അത് എനിക്ക് ഈ അടുത്ത് ഈ പറഞ്ഞ ഫണ്ടിങ് കിട്ടിയ സമയത്ത് എനിക്ക് ഉണ്ടായൊരു മാറ്റം ഞാൻ പറഞ്ഞുതരാം. എന്റെ നാട്ടില് ഏകദേശം ഒരു കോടി രൂപയുടെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ ബിസിനസ് ഒരു ഷോപ്പാണ്. മൊബൈൽ ഷോപ്പ്, അതുപോലെ മൊബൈൽ ഒരു ഡിജിറ്റൽ ഷോപ്പാണ്. അതിൽ TV ഉണ്ട്, AC ഉണ്ട്, മറ്റേ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. അവര് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഹൃത്താണ്. ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആളോട് എന്നോട് ചോദിച്ചിട്ടോ ഇതാക്കിയിട്ടോ ഒന്നുമില്ല. ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിപിൻ ദാസ് നീയാണ് ഞങ്ങളുടെ ഷോപ്പിൽ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. എങ്ങനെ? എന്നോട് ഒന്നും ചോദിച്ചില്ല, എന്നോട് ഒരു സാധനവും ഡിസ്കസ് ചെയ്തിട്ടില്ല. ആൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണ്, നീയാണ് എന്ത് ഞങ്ങളുടെ ഷോപ്പിൽ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആള്, നീ തന്നെ വരണം. അപ്പം ഒരു 5 കൊല്ലം മുന്നേ നമുക്കൊക്കെ ഒരു റേറ്റിംഗും വെക്കില്ല. അത് ഒരു സിനിമക്ക് പോകുന്ന സമയത്ത് വരെ വേണ്ടടാ ഒന്നേ പൈസ ഉണ്ടാവില്ലടാ, വെറുതെ വേണം വിളിക്കാൻ കണ്ട നമ്മളെ കയ്യിൽ പൈസ പോകും, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളാണെന്ന് 2 ദിവസം മുന്നേ നമ്മളെ വിളിച്ചിട്ട് പറയാണ്, ഇന്നാണ് ഷോപ്പിന് വിളിക്കാറ്, ഞാൻ ഫസ്റ്റ് സാധനം വാങ്ങേണ്ടാവും. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം എന്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനിയിപ്പോ പറഞ്ഞതുമാണല്ലോ, എന്ത് ചെയ്യണല്ലോ. എന്റെ എന്റെ മനസ്സിൽ ഇതാണ്, എന്റെ നാട്ടിൽ ഏകദേശം ഒരു 10-500 ആളുകൾ കൂടുന്ന ഒരു സ്പോട്ടിൽ നമ്മള് ഒരു സ്റ്റേജിൽ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമുക്കുള്ള ഒരു സാധനം വേറാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഇമോഷൻ ആണ്. എന്റെ നാട്ടിൽ നമ്മൾ അങ്ങനെയൊക്കെ വീണിട്ടുണ്ട്, പല രീതിയിലുള്ള കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്. ഫിജിക്കാരുമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് കേട്ടതിനൊന്നും ഒരു കുറവില്ല. ബോബി ചമ്മണ്ണൂരിന്റെ അത് പോകുന്നു, ബോബി ചമ്മണ്ണൂരിന്റെ ഇത് പോകുന്നു, അങ്ങനെ പല രീതിയിലുള്ള കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരുത്തനും മിണ്ടൂല. നമ്മൾ പോയ വഴി ശരിയാണെന്ന് കാര്യം മനസ്സിലായി, നോ പ്രോബ്ലം. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള സ്ട്രീറ്റ് വെഞ്ചുകളാണ് നമുക്ക് കാര്യം. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന ഇപ്പൊ വർക്ക് കാര്യങ്ങളായിട്ട് പോകുന്ന ചില തൃശ്ശൂർ പോകാൻ, അപ്പൊ അവിടെ ഫ്ലാറ്റിലൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു TV വാങ്ങാനോ വെച്ചു, ഏകദേശം 33 ഉറുപ്പിന്റെ ഒരു TV. ഞാൻ കണ്ട പറഞ്ഞ ഒരു റേഞ്ചല്ല, ഫണ്ടിന്റെ എല്ലാ റേഞ്ചല്ല. പക്ഷെ ഇവര് വിളിച്ചൊരു സാധനം ഉണ്ടല്ലോ, ഇവര് വിളിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് റേറ്റിംഗ് ഇല്ലാതെ നമ്മളെ ഒന്നുമല്ലാത്ത കണ്ട ആളുകൾ നമ്മൾ വിജയിക്കുന്ന സമയത്ത് നമ്മുടെ പിന്നാലെ ഉണ്ടാവുന്നു. അതാണ് കാര്യം. എന്റെ അമ്മയായാലും എന്റെ ചേട്ടനായാലും ഇവരൊക്കെ ഈ പറഞ്ഞ രീതിയിലാണ്. അമ്മേന്റെയും ഏട്ടന്റെയും എന്റെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തു. ആ ജോയിന്റ് അക്കൗണ്ടിൽ ഏകദേശം 35 ലക്ഷം രൂപ അവിടെ FD ഇട്ടെടുത്തു. ആ ഫണ്ട് എനിക്ക്, FD അല്ല, സേവിങ്സ് അക്കൗണ്ട് ഇട്ടു. ആ ഫണ്ട് എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. എനിക്കിതിങ്ങനെ നോക്കിയേക്കാനേ പറ്റുള്ളൂ, കാഴ്ചക്കാരനാവാൻ പറ്റുള്ളൂ. അവരോട് വെച്ചു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ശാശ്വതമല്ല എന്ന് പറഞ്ഞ എന്റെ ഏട്ടനും എന്റെ അമ്മക്കുള്ള മറുപടി അവിടെ കിടക്കട്ടെ. അവർക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് അടങ്ങനെ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, വിജയിക്കുന്ന സമയത്ത് നിങ്ങളുടെ പിന്നാലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടല്ലോ, മുന്നിൽ നിൽക്കുന്ന ഒരു മൊമെന്റ്, അതിന്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. 1000 ഉള്ളവന് 1000ന്റെ പ്രശ്നമുണ്ട്, ലക്ഷമുള്ളവന് അല്ലെങ്കിൽ 10,000 ഉള്ളവന് 10,000ന്റെ പ്രശ്നമുണ്ട്, ലക്ഷമുള്ളവന് ലക്ഷങ്ങളുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ആ പറഞ്ഞ ഫണ്ട് എന്താണ്, നമ്മൾ ഒരിക്കലില്ല, ഇത് കണ്ടിന്യൂറ്റി ആയിട്ട് വരണം. ഈ സാധനം ഇങ്ങനെ എന്താ പറയാ, നമുക്കൊരു മന്ത്ലി വരുന്ന രീതിയിലേക്ക് നമുക്ക് ഈ പറഞ്ഞ മേഖലയിൽ അതിനുള്ള ചാൻസ് ഉണ്ട് സുഹൃത്തുക്കളെ. അതാണ് വേണ്ടത്. നമുക്ക് പല മേഖലയിലും നമ്മളൊരു ടൈം പീരീഡ്, ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു വളയമുണ്ട്, അതിന്റെ ഉള്ളിലേ കിട്ടുള്ളൂ. എന്തൊക്കെ എങ്ങനെയൊക്കെ കുത്തി മറന്നാൽ അതിന്റെ ഉള്ളിലേ കിട്ടുള്ളൂ. പക്ഷെ ഈ ഫിജിക്കാരന്റെ വളയം എന്ന് പറയുന്നതല്ലോ ഒരു അറ്റം, ആ അറ്റത്ത് എത്തുമ്പോൾ ഈ ലക്ഷങ്ങളാണ് കിട്ടുന്നത്. നമ്മൾ അതിന്റെ സെൻട്രലിൽ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഇതിന്റെ അറ്റത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു മേഖലയിലാണല്ലോ നമ്മൾ എത്തിപ്പെട്ടത്, ഇത്രയും വലിയൊരു ചാൻസ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ നേടാം എന്ന് നിങ്ങളുടെ തോട്ട് ലെവൽ വന്നിട്ടുണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് 7 മണിക്ക് ഈ മീറ്റിങ്ങിന് കയറുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആദ്യത്തെ ഒരു 10 ആളുകളുടെ മറുപടികളിൽ നിന്നാവരുത് ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ട്രെയിനിങ്സിലും അതുപോലെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള പ്രോഗ്രാമുകളിലും നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്താൽ
ആത്മാർത്ഥമായിട്ട് അറ്റൻഡ് ചെയ്ത് ഈ ബിസിനസിനെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഹാർഡ് വർക്കിംഗ് അല്ല ഇവിടെ വേണ്ടത്. ഹാർഡ് വർക്കിംഗ് അല്ല ഇവിടെ വേണ്ടത്, സ്മാർട്ട് വർക്കിംഗ് ആണ്. അപ്പൊ സ്മാർട്ടായിട്ട് ചിന്തിക്കുക. ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ 2 ജോലികളാണ്, ഒന്ന് മാൻ മാനേജ്മെന്റും ഒന്ന് മണി മാനേജ്മെന്റും. ഈ 2 സാധനമാണ് നെറ്റ്വർക്കിംഗിൽ വേണ്ടത്. ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യമല്ല, അതാണ് നമ്മൾ നോക്കേണ്ടത്. വിൻഡോസ് ജനിക്കുമ്പോഴേ കിട്ടിയ സാധനമൊന്നുമല്ല. വിൻഡോസിന് ഇഷ്ടം പോലെ ഫോൾട്ട് ഉണ്ട്, എത്രയോ പ്രാവശ്യം വീണിട്ടുണ്ട്. രഞ്ജുലാൽ സാർ എന്താ പറയുക, കൈ വെച്ചില്ല എന്നുള്ളൂ ചിലത്, ബാക്കി അങ്ങനെ പറയണ്ടേ. കാരണം എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ എന്താ പറയാ, എന്റെ ചേട്ടൻ എന്നുള്ള ഒരു സാധനം, സ്വന്തം ചേട്ടനാണെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഓപ്പൺ ആയിട്ട് എന്നോട് പറയാം. ഇപ്പൊ ചില എന്താ പറയാ ചില അപ്ലൈൻ അങ്ങനെ പറയരുത്, നമ്മൾ നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആള് ആദ്യം മുതലേ നമ്മൾ അങ്ങനത്തെ ഒരു ടച്ച് ഉണ്ടായിട്ട് പല സമയത്ത് പറഞ്ഞു, പിന്നെ എന്റെ ഡൗമന് പിന്നെ ചെള്ളൊക്കെ മുടിച്ചത്. അപ്പൊ അങ്ങനത്തെ ചില സീനുകൾ വരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ പല സമയത്തും വീണിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ വീണെടുത്തുനിന്ന് പിന്നെയും എണീച്ച് ഓടാൻ കിട്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ആവേശം, അത് തന്നെയാണ് ഈ കൺസെപ്റ്റ് വേണ്ടത്. വിജയിച്ചെടുത്ത് നാട്ടുകാരെല്ലാം പറഞ്ഞു, അപ്പോഴേ അറിയണടാ ഇനി എത്തുന്നുള്ളത്. ഞാൻ ഈ പ്ലാനുമായിട്ട് 2019 പോയപ്പോ എനിപ്പം 6 മാസം കഴിഞ്ഞ കാണാ ലക്ഷങ്ങളും കോടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള അതേ നാട്ടുകാർ തന്നെ പറയാ, ഇനി ഇതിന്റെ അത് നീർന്നുള്ള അറിയണം, ഇനി അട്ടക്ക് കണ്ണുള്ളവനല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതിനേക്കാൾ വലിയ മോട്ടിവേഷൻ ഒന്നല്ല നാട്ടുകാർ വരുന്നത്, അത് വേറെ. അപ്പൊ ഞാൻ അതൊക്കെ നമ്മൾ ഇതിലേക്ക് കിട്ടുക വേറെ. ഇപ്പം വന്നതാണ് ഒരു ഉള്ളിൽ ഉണ്ടാവുന്ന, ഉൾമനസ്സിൽ ഉണ്ടാവുന്ന ചെറിയ സ്വീറ്റ് റിവെഞ്ചുകൾ. ഇതിനെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ ഫാമിലിയിൽ ഇന്നൊരു കല്യാണത്തിന് പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇവനെ നീ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ, ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ വീട്ടുകാർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കറിയാം നീ തിരക്കിലാണെന്നല്ലേ നമുക്കറിയാം, കുഴപ്പമില്ല, അമ്മയായിട്ടനല്ലേ, അമ്മ എന്തായാലും വിടണം കേട്ടോ. ഇങ്ങനെയാണ് വന്ന് ഇൻവൈറ്റ്. ഇപ്പം ചെറിയ ഒരു വെള്ളം സിനിമ അല്ല എന്ത് ലൈഫിൽ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു സുഖം തന്നെയാണ്, വേറൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ഞാൻ കമ്പനിയെ കുറിച്ച് പറയാം. രുചികാർഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഇന്നിപ്പം ബോബി ചെമ്മണ്ണൂർ കമ്പനി ഏറ്റെടുത്തു. ഏകദേശം കഴിഞ്ഞ മീഡിയ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് കൺവേർട്ട് ചെയ്ത് ഇന്ന് വലിയ നമ്മുടെ ഗ്രൂപ്പ് തന്നെ, ചെമ്മണ്ണൂർ ഗ്രൂപ്പാണ് ഇത് മൊത്തമായിട്ട് ഏറ്റെടുത്തത്. ഇതില് നമ്മുടെ സ്റ്റാഫ് കാര്യങ്ങളുടെ എല്ലാവരും തന്നെ മാറ്റി പുതിയ സ്റ്റാഫിനെ വെച്ചു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ചു. അതുകൊണ്ട് തന്നെ അവർക്കറിയാം മുന്നിലേക്കുള്ള വിഷൻ, അവർക്കറിയാം, അതിനനുസരിച്ച് അവർ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. സോ മാനേജ്മെന്റും കമ്പനിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കൂടെ. ഇനി സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് നമ്മളാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അതിയായ ആഗ്രഹം, ഞാൻ ഇത് എത്രയോ പ്രാവശ്യം പറഞ്ഞ വാക്കുകൾ പിന്നെയും പറയുന്നതാണ്. ഇതാണ് നിങ്ങളുടെ സൂത്രവാക്യം, അതിയായ ആഗ്രഹം. ആ ആഗ്രഹം എന്താ പറയാ, അല്ലെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ കൂടി തയ്യാറാണ്. ഇതൊക്കെ ഇന്നത്തെ മീറ്റിംഗ് കേട്ടിട്ട് ഞാനൊന്ന് തകർക്കും എന്ന് പറഞ്ഞിട്ട് പുതപ്പം മൂടി കിടച്ചു കഴിഞ്ഞിട്ട് നാളെ നോക്കാം, പ്രതികാരം നാളെ നോക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അതിനനുസരിച്ചൊന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് NSTM എന്ന് പറയുന്ന റാങ്കിനെ കുറിച്ച് ഇപ്പം പ്ലാൻ ചെയ്യില്ലേ, അടക്കട്ടെ. അതാണ് എല്ലാവരുടെയും പ്രശ്നം. നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ 10 മീറ്റർ നിങ്ങൾ കാണുക അല്ലെ, 400 കിലോമീറ്റർ പോകേണ്ട ബാംഗ്ലൂരിലേക്ക് ആദ്യത്തെ 10 മീറ്റർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്പുറത്തേക്ക് എത്തുക. പക്ഷെ ബാംഗ്ലൂരിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ മുന്നേ ആലോചിക്കുക, പട്ടച്ചൂരേ 400 കിലോമീറ്റർ എത്തണ്ടേ, എങ്ങനെ എത്തും? പലരുടെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ ആദ്യം നോക്കണ വേറൊന്നുമല്ല, നമ്മുടെ നിലവിലുള്ള ആദ്യത്തെ റാങ്ക്. ഇപ്പൊ നമ്മൾ SC ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു അഫ്ലിയേറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ SC ആവാം, സെയിൽസ് എക്സിക്യൂട്ടീവ് എങ്ങനെ ആവാം. അപ്പൊ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ആളോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയേ, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ നോക്കി ഇതൊരു ഞാൻ പറയും, രുചികാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ എളുപ്പമാണോ ചോദിച്ചാൽ അല്ല, ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ ഇല്ല. ഇതിന്റെ നടുവ് കിടക്കുന്ന ഒരു സാധനം. അപ്പൊ അതിനാണ് നമ്മൾ എല്ലാവരും സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്മാർട്ടായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓൾറെഡി ഇപ്പൊ പലർക്കും പറ്റുന്നുണ്ടല്ലോ, ഓൾറെഡി ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ടാവും, ഞാൻ അതിലെ പോവില്ല, കീഴേ പോണം. ഇതാണ് പലരുടെയും പ്രശ്നം. ഡിയർ ഫ്രണ്ട്സ്, ഇതിൽ ഓൾറെഡി ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ട് ഓടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ട് നടക്കാൻ ശ്രമിക്കും. ഇനി അറ്റ്ലീസ്റ്റ് നടക്കാനും കൂടി പറ്റുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എഴയാനെങ്കിലും പറ്റണം. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ, അതായത് ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്നും ഈ പ്രപഞ്ചത്തിൽ മാറ്റമുണ്ട്. പ്രപഞ്ചം വരെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കറിയാലോ. അപ്പം
നിങ്ങൾ ആലോചിക്കുക, ഒന്നും ചലനമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മാറ്റം ഉണ്ടല്ല. കല്ലിന് എന്തേ മാറ്റം ഉണ്ടോ? കരിങ്കല്ലിന് എന്തേ മാറ്റം ഉണ്ടാവോ? ഇല്ല. അതിനെന്ത് ഭാഗ്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനം അതിന്റെ മുകളിൽ വന്ന് പതിക്കുന്ന സമയത്താണ് അതിന് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്, അല്ലെ? ആലോചിക്കുക, ഒരു പുഴയിൽ പ്ലാസ്റ്റിക് കുപ്പികളും പോവും, മീനും പോവും. നമുക്ക് എങ്ങനെ മനസ്സിലാവാ ആ പറഞ്ഞ സാധനത്തിന് ജീവൻ ഉണ്ടെന്ന്? നമുക്ക് എങ്ങനെ മനസ്സിലാവാ? ആ പുഴയുടെ ഒഴുക്കിനെതിരെ പോകുന്ന എന്തായിരിക്കും? മീന്. അതിന് ജീവൻ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു ഒഴുക്കിൽ നമ്മളിങ്ങനെ പോവാ. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദിവസം ഇങ്ങനെ പോകുന്നുണ്ട്. രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, ചായ കുടിക്കുന്നു, എന്താ പറയുക, രാവിലത്തെ അടുക്കളയിൽ സാധനം ഉണ്ടാക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു, പിറ്റേ വൈകുന്നേരം എന്ത് ചെയ്യുന്നു, കുട്ടികൾ വരുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം ഇതേ സർക്കിൾ തന്നെ, ഒരു മാറ്റമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ ഒന്നും പ്ലാൻ ചെയ്യില്ല. ഒരു 6 മാസം വരുന്ന 6 മന്ത് എന്ത് പ്ലാൻ ചെയ്യണം അതൊന്ന് ആലോചിക്കാം. ഈ 6 മന്തിനുള്ളിൽ ഫിജിക്കാർഡിലൂടെ ഒരു മാസം ഒരു 10-30,000 രൂപ. ഇനി 30,000 രൂപ മാസം ഫിജിക്കാർഡിന് വാങ്ങുന്നവൻ ഒരു 50,000-ലേക്ക് 60,000-ലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ പോണം മേലോട്ട്. ആ രീതിയിലേക്കായിരിക്കണം എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു മാസം നിങ്ങൾക്ക് 30,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 6 മാസത്തെ എഫേർട്ട് ആയിരിക്കും. ഈ 6 മാസത്തെ എഫേർട്ട് വേണ്ട, അടുത്ത 6 മാസം നിങ്ങൾ അതേ എഫേർട്ട് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് സെയിൽസ് മാനേജറിൽ നിന്ന് ഡിവിഷണൽ സെയിൽസ് മാനേജറിലേക്കാണ്, റൈഡർ ഫണ്ടിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. 3 റാങ്ക് അപ്ഡേറ്റ് ആവും. അപ്പൊ ഇതായിരിക്കണം പ്ലാനിങ്. ഇപ്പൊ അഫിലിയേറ്റ് ആയി നിൽക്കുന്ന ആള് SC-യിലേക്ക് പ്ലാൻ ചെയ്യണം. 6 മാസം വേണമെന്നല്ല SC-യിലേക്ക്. ഫിജിക്കാർഡിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ റാങ്കാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ. ഇതടിച്ചും ഫിജിക്കാർഡ് നിർത്തൂല. അതായത് ഈ പറയുന്ന റാങ്ക് ഒറ്റ കൂടിയിട്ട് ഒറ്റക്ക് ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഇതിന്റെ അകത്താണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടുക. കാരണം ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് പലതും പറയുന്ന സമയത്ത് ഇനി അതാണോ ശരി, ഇനി ഇതാണോ ശരി, ലീഡർ എന്ന് പറയുന്നു, നാട്ടുകാരെന്ന് പറയുന്നു, ഏതാണ് ശരി എന്ന് ആലോചിക്കുക. നമ്മളിങ്ങനെ കുടുങ്ങിക്കും. അങ്ങനെ ഏതൊരു മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യും, ലീഡേഴ്സിന് കൂടെ വെക്കും, അല്ലെങ്കിൽ ഫിജിക്കാരന്റെ കൂടെ വെക്കും. അവിടെ അങ്ങനെ ചെയ്ത് സമയമെടുത്ത് മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് എത്തുള്ളൂ. ഏറ്റവും ബുദ്ധിമുട്ടിയ റാങ്ക്. NSM എന്ന് NSTM ആവാൻ ഒരു പാടില്ല, SC നിന്ന് SD ആവാൻ ഒരു പാടില്ല. കാരണം നമ്മുടെ ലെഫ്റ്റും റൈറ്റും നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ല, ആരൊക്കെയോ ഉണ്ട്. ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ റാങ്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ റാങ്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റേ റാങ്ക്, ആ റാങ്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവൻ അപ്ഡേറ്റ് ആവാത്തോണ്ടാണ്. അവന്റെ കൂടെ വന്ന ആളുകളെ അവന് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. മാനേജ് എന്ന് പറഞ്ഞാൽ എന്താ, വെറും ബോസിങ് മാത്രമാണ് എല്ലാം. അതുല്ലാതെ എന്ന് പറയുന്ന ലീഡർ സ്നേഹത്തോടെ ഞങ്ങളെ കണ്ടുകൊണ്ടും ആ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടും പറയേണ്ടടുത്തും പറയേണ്ട പോലെ പറയുന്നിടത്തും ആണ് അയാളുടെ ലെഫ്റ്റും റൈറ്റും ഇന്ന് 2 NSTM-ലേക്ക് നോക്കുന്നത്. അല്ലെങ്കിൽ കുറെ NSM ഉണ്ട്, കുറെ ZSTM ഉണ്ട്. ഇങ്ങനെ കുറെ റാങ്കുകളിൽ നിൽക്കുന്ന കുറെ ആളുകൾ ആളുടെ ടീമിൽ വരാൻ കാണാതാണ്. സോ ഒന്ന് മൈൻഡ് ഒന്ന് പാകപ്പെടുത്തുക. ഇതൊരു ബിസിനസ് ആണ്, നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. അപ്പൊ അതിനൊരു സമയമുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ഒരു സമയമുണ്ട്. ആ സമയത്തായിട്ടും അതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവും.